Dr. D. Ramanathan, please come up to the dais. Dr. D. Ramanathan, PMJF. Once again, we thank Thomachan for making this happen, to having these moments with Dr. Radhakrishnan for some time. Now, introduction of the guest of honor by Lion Advocate T.T. Thomas and J.F. Passes to Kevin. Lion J.F. Advocate Somakumar. ഇന്നത്തെ മുഖ്യാതിഥി ആദരണീയനായ ISRO ചെയർമാൻ ശ്രീ കെ രാധാകൃഷ്ണൻ, വിശിഷ്ടാതിഥി അമ്മയുടെ പ്രസിഡന്റ് ശ്രീ ടി വി ഇന്നസെന്റ്, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സ്നേഹിതരെ, ഇന്ന് എനിക്ക് സദസ്സിന് പരിചയപ്പെടുത്തുന്ന വ്യക്തി എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. വ്യക്തിപരമായി നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാമെങ്കിലും നമ്മുടെ ലയൺസ് ക്ലബിന്റെ ഔപചാരികതയുടെ പേരിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുക എന്നുള്ള ആ ചടങ്ങ് നിർവഹിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. മാത്രമല്ല, അത്തരത്തിലുള്ളൊരു ചടങ്ങ് നടത്തുക എന്നുള്ളത് എനിക്കും ഏറ്റവും സന്തോഷകരമായ ഒരു സംഗതിയും കൂടിയാണ്. പക്ഷെ പരിചയപ്പെടുത്തൽ ശാരീരികമായി കോട്ടം സംഭവിക്കും എന്നും എനിക്ക് മനസ്സിലാക്കാൻ ഇടവരുത്തിയിട്ടുള്ള ഒരു വ്യക്തിയെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കുറെ വർഷങ്ങൾക്ക് മുൻപ് യുവജനോത്സവ വേദിയിൽ ഭദ്രദീപം തെളിക്കാൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹം വളരെയേറെ തമാശ പറഞ്ഞ് നമ്മളെ ചിരിപ്പിക്കാറുള്ളതാണ് സിനിമയിലും നിത്യജീവിതത്തിലും. അതുകൊണ്ട് ഞാനും ഒരു ചെറിയ തമാശ അദ്ദേഹത്തിന്റെ അനുഭവത്തോടുകൂടി പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന്റെ ആരാധകർക്ക് അത് പിടിച്ചില്ല. അത് അവര് എന്നെ ചോദ്യം ചെയ്തു. പിന്നെ അദ്ദേഹം തന്നെ വന്ന് അവരെ ആശ്വസിപ്പിക്കേണ്ട ഒരു സ്ഥിതിയും ഉണ്ടായി. അതുകൊണ്ട് ഒത്തിരിയേറെ പ്രയാസങ്ങളോട് കൂടിയാണ് ഞാൻ ഇപ്പോൾ അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അത്രയ്ക്കും ഇന്നസെന്റ് ആണ് ഇന്നസെന്റ്. അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹം പറയും. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. നമ്മുടെ ഡിസ്ട്രിക്ട് ചെയർമാൻ വി.എ. തോമാച്ചനോടുള്ള വാത്സല്യവും സ്നേഹവും ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അത് നേരത്തെ എത്തിയെങ്കിലും നമ്മുടെ മീറ്റിംഗിന്റെ സ്വഭാവം ഏകദേശം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ ഒന്ന് പിടിച്ചു നിർത്തിയിരിക്കുകയായിരുന്നു. ഇവിടെ എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ ഇരിഞ്ഞാലക്കുടിയിൽ നിന്ന് അദ്ദേഹം സ്വന്തമായി തൃശ്ശൂരിലെത്തി. പിന്നെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുക എന്നുള്ള ജോലിക്ക് മാത്രമായിട്ട് വന്നതാണ്. സാധാരണഗതിയിൽ അങ്ങനെ അദ്ദേഹത്തെ കിട്ടാറില്ല. പക്ഷേ ഇരിഞ്ഞാലക്കുട ലയൺസ് ക്ലബിനോടും പ്രത്യേകിച്ച് വി.എ. തോമസ് നമ്മുടെ ഡിസ്ട്രിക്ട് ചെയർമാനോടുമുള്ള സ്നേഹാതിരേക്കും അദ്ദേഹത്തെ ഇന്ന് ഇവിടെ എത്തിച്ചത്. നേരത്തെ നമ്മുടെ മുഖ്യാതിഥി ശ്രീ രാധാകൃഷ്ണൻ സാർ പറഞ്ഞു, അദ്ദേഹം രാധാകൃഷ്ണൻ സാറിന്റെ ക്ലാസ്മേറ്റാണ്, സഹപാഠിയാണ്. നമ്മുടെ ഭാഗ്യം അദ്ദേഹം റോക്കറ്റ് വിക്ഷേപണത്തിന് പോയില്ല. സിനിമയിൽ അദ്ദേഹത്തെ മലയാളം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത ഏറ്റവും പ്രമുഖ വ്യക്തികളിൽ ഒരാൾ നമ്മുടെ ഇന്നസെന്റ് ആയിട്ടാണ്. അദ്ദേഹം തന്നെയാണ് തൃശൂർ മലയാളം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത്. ചുരുക്കത്തിൽ മലയാളത്തിന്റെ സംരക്ഷകൻ എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ശ്രീ ടി വി ഇന്നസെന്റിനെ പരിചയപ്പെടുത്താൻ സാധിക്കും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെറുപ്പം മുതലേ നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും കുറേയേറെ കാര്യങ്ങളും നിങ്ങൾ മലയാളം മനോരമയിൽ നിന്നും വായിച്ചിട്ടുണ്ടാകും. അത്തരത്തിലുള്ള സ്ഥിരോത്സാഹമാണ് അദ്ദേഹത്തെ ഇന്നും നമ്മുടെ പ്രിയങ്കരനായ സുഹൃത്താക്കി മാറ്റിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെതായ പ്രത്യേക കഠിനാധ്വാനം തന്നെയാണ് അദ്ദേഹത്തെ ഇന്നും യുവത്വം കാത്തു സൂക്ഷിക്കാനുള്ള ഏറ്റവും വലിയ ശക്തിയായി അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളതും. അദ്ദേഹത്തിന്റെ യുവത്വം മൂലം നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ആസ്വാദ്യകരമായ നർമ്മം നൽകിക്കൊണ്ട് മലയാളിയുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നത് ബഹുമാനായ നമ്മുടെ വിശിഷ്ട അതിഥിയാണ്. നമുക്കറിയാം, ഏറ്റവും ചുരുങ്ങിയത് ഒത്തിരിയേറെ സിനിമകളിൽ അദ്ദേഹം നമ്മുടെ മുൻപിൽ എത്തിച്ചേർന്നു. സിനിമയിൽ അഭിനയം സീരിയസ് ആയിട്ട് എടുക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം സ്വന്തമായി 5 സിനിമ നിർമ്മിച്ചു. ആ 5 സിനിമയും നിർമ്മിച്ചത് ഏറ്റവും കരുതലോടെ ഏറ്റവും മുഖ്യ ശ്രദ്ധാ വിഷയമായ സിനിമകളായിരുന്നു. 5 എണ്ണത്തിൽ 2 എണ്ണം ഇന്ത്യൻ പനോരമയിൽ പ്രദർശിപ്പിച്ചതാണ്. നിങ്ങൾക്കറിയാം, ഇളക്കങ്ങളും അതുപോലെ തന്നെ മറ്റൊരു സിനിമയുണ്ടായിരുന്നു. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞത് അല്ല, ഞാൻ ചോദിച്ചിട്ട് പറയാം. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ആ സിനിമകൾക്ക് ശേഷം 5 സിനിമകൾ നിർമ്മിച്ചതിന് ശേഷം അദ്ദേഹം പിന്നെ സിനിമ അഭിനയ രംഗത്തേക്ക് എത്തി. അവിടെയും അദ്ദേഹത്തിൻ്റെതായ സ്വന്തം ശൈലി തന്നെ കാത്തു സൂക്ഷിച്ചു.
നമുക്കറിയാം രാംജി റാവു എന്ന് പറയുന്ന രാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമയിൽ വളരെ നിഷ്കളങ്കനായ ജോലിയും തൊഴിലും പണിയൊന്നും ഇല്ലാത്ത ഒരു യുവ സുഹൃത്ത് വന്ന് ചോദിച്ചു, മത്തായി ചേട്ടൻ ഉണ്ടോ? ഉണ്ടില്ല, നിനക്ക് വേണം എന്ന് ചോദിക്കുന്ന ആ സിംപ്ലിസിറ്റി, അത് തന്നെയായിരുന്നു അദ്ദേഹത്തെ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടാൻ ഏറ്റവും കാരണമായത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. രാംജി റാവുവിലൂടെ ഇടനേടിയ ഇന്നസെന്റ് ഇപ്പോൾ ഡോക്ടർ ഇന്നസെന്റ് ആണ്. അവിടെ നിന്നാണ് അദ്ദേഹം വരുന്നത്. ഏതാനും ദിവസങ്ങൾക്കകം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഡോക്ടർ ഇന്നസെന്റ് ആരാണെന്നുള്ളത്. അമ്മ എന്ന സംഘടനയുടെ അനിഷേധ നേതാവായി ഒത്തിരിയേറെ വർഷക്കാലം നമുക്കറിയാം. രാഷ്ട്രീയത്തിലായാലും കുറെ എതിർപ്പുകൾ അതൊക്കെ ഉണ്ടാകും, എങ്കിലും കുറെ പേര് കൂടെ നിൽക്കും. ഏത് പ്രൊഫഷനിലായാലും കുറെ പേര് കൂടെ നിൽക്കും, കുറെ പേര് എതിർക്കും. പക്ഷെ അമ്മയുടെ അനിഷേധ നേതാവായി തുടരാൻ സാധിക്കണമെങ്കിൽ അത് ഇന്നസെന്റിന് മാത്രമേ സാധിക്കുള്ളൂ. കാരണം ഒന്നുകിൽ അദ്ദേഹത്തിന് അവിടുന്ന് മാറ്റാൻ പറ്റാത്തത് കൊണ്ട്, അല്ലെങ്കിൽ വേറെ ആൾക്കും അത് പറ്റില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട്, ആ ഏതെങ്കിലും ഒരു കാരണമായിരിക്കും. എങ്കിലും ഇന്നും ആ സംഘടനയെ കാത്തു സൂക്ഷിച്ച് പിടിച്ച് കാറ്റിലും കോളിലും പെട്ടാലും അത് ഇടരാതെ പതരാതെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നേതൃത്വ പാഠവും കൈമുതലായി കാത്തു സൂക്ഷിക്കുന്ന ഇരിഞ്ഞാലക്കുടക്കാരുടെ പഴയ മുനിസിപ്പൽ കൗൺസിലറാണ് ശ്രീ ടി വി ഇന്നസെന്റ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യയിൽ ജനിച്ച മഹാന്മാരിൽ ഒരാളാണ് ശ്രീ ടി വി ഇന്നസെന്റ്. അദ്ദേഹം ഇരിഞ്ഞാലക്കുടയിലെ പ്രസിദ്ധമായ തെക്കേതല കുടുംബത്തിൽ വറീദിന്റെയും മർഗലീത്തയുടെയും 5ാമത്തെ പുത്രനായി ഇരിഞ്ഞാലക്കുടയിൽ പൂജാതനായി. അവിടെ നിന്നും അദ്ദേഹം എല്ലാവിധ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും വളരെ ചെറുപ്പത്തിൽ തന്നെ പഠിച്ചതിന് ശേഷമാണ് മദ്രാസിലേക്ക് പോയത്. ഞാൻ കാര്യമായിട്ട് പറഞ്ഞില്ല, അവിടെ പോയതിനു ശേഷമാണ് അദ്ദേഹം മദ്രാസിലേക്ക് പോയത്. പിന്നെ സിനിമാ വ്യവസായ രംഗത്തും അദ്ദേഹം ഈ പ്രവർത്തന മേഖലയിൽ അദ്ദേഹത്തിന്റെ സഹോദരന്മാരൊക്കെ തന്നെ വലിയ നിലയിൽ, അദ്ദേഹത്തിന്റെ ചേട്ടൻ നമ്മുടെ ലാൻഡ് ക്ലബ് മെമ്പറായിരുന്ന ഡോക്ടർ കുര്യാക്കോസ്, അദ്ദേഹം പ്രശസ്തമായി അമേരിക്കയിൽ സേവനം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ 2ാമത്തെ സഹോദരൻ സ്റ്റെൻസ്ലാവോസ്, അദ്ദേഹം എഞ്ചിനീയറായി അമേരിക്കയിൽ ജോലി ചെയ്യുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇളയ സഹോദരൻ, എന്റെ സഹപാഠി ശ്രീ വെൽസ്, അദ്ദേഹം അഭിഭാഷകനായി സൗത്ത് ആഫ്രിക്കയിൽ ജോലി ചെയ്യുന്നു. അങ്ങനെ ഇന്നും വേണ്ട എല്ലാവരും ഉന്നത വിദ്യാഭ്യാസം നേടി ഉയർന്ന നിലകളിൽ പ്രവർത്തിക്കുന്നവരാണ്. 1978-79 കാലഘട്ടത്തിൽ അദ്ദേഹം മലയാള സിനിമയിലെത്തുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം വളരെ പ്രശസ്തമായ രീതിയിൽ തീപ്പെട്ടി, ലെതർ മുതലായ വ്യവസായങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അതൊക്കെ മറ്റു പലർക്കും തുടർന്ന് നടത്താനായിട്ട് ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം സിനിമാ ലോകത്തിലേക്ക് എത്തിച്ചേർന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിന് 2 സിനിമകൾ ഇന്ത്യൻ പനോരമയിൽ പ്രദർശിപ്പിച്ചു എന്ന്. ഒന്ന് ഇളക്കങ്ങൾ, മറ്റത് ഓർമ്മയ്ക്കായി. അങ്ങനെ 2 സിനിമകളാണ് അവിടെ എത്തിച്ചേർന്നത്. സിനിമാ രംഗത്ത് അദ്ദേഹത്തിന്റെ 28 വർഷത്തെ സുദീർഘ സേവനം, അതിൽ രാംജി റാവു സ്പീക്കിംഗ് അദ്ദേഹത്തിന് ഒരു വഴിത്തിരിവായി മാറി. അതിലെ മാന്നാർ മത്തായി ഇന്നും നമ്മുടെ ജനങ്ങളുടെ മധ്യത്തിൽ സജീവമാണ്. സിനിമാ രംഗത്തുള്ള അഭിനയ രംഗത്ത് അദ്ദേഹത്തിന് നിരവധി അവാർഡുകൾ, 3 പ്രാവശ്യം അദ്ദേഹത്തിന് മികച്ച സഹനടൻ എന്നുള്ള അവാർഡ് ലഭിച്ചു. 3 പ്രാവശ്യം അദ്ദേഹത്തിന് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ എന്നുള്ള അവാർഡ് ലഭിച്ചു. പിന്നെ നമ്മുടെ ഇവിടെ നമുക്കറിയാം, സിനിമയുടെ വലിയ അവാർഡ് ഫംഗ്ഷൻ നടത്തുന്ന ഏഷ്യാനെറ്റിന്റെ സിനിമ നടനുള്ള അവാർഡ് ലഭിച്ചു. അതുപോലെ തന്നെ വനിത നൽകിയ അവാർഡ്, മാതൃഭൂമി നൽകിയ അവാർഡ്, പിന്നെ ചവറ അവാർഡ്, അങ്ങനെ വളരെയേറെ അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. ഇന്നസെന്റ് ഒരു സിനിമാ നടൻ മാത്രമല്ല, മറ്റു പല മേഖലകളിലും അദ്ദേഹം പ്രവർത്തിക്കുന്നു. അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭ എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അദ്ദേഹം മികച്ച ഒരു ഗ്രന്ഥകാരനാണ്. അദ്ദേഹം 3 പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. അതൊക്കെ പതിപ്പുകൾ വിറ്റഴിഞ്ഞ, എത്രയും വേഗത്തിൽ വിറ്റഴിഞ്ഞ പുസ്തകങ്ങളാണ്. ആ പുസ്തകങ്ങളൊക്കെ തന്നെ മാതൃഭൂമിയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ആദ്യത്തെ പുസ്തകം ഞാൻ ഇന്നസെന്റ് ആണ്, ഞാൻ ഇന്നസെന്റ്. 2ാമത്തേത് മഴക്കണ്ണാടി, 3 ചിരിക്ക് പിന്നിൽ, എല്ലാം മാതൃഭൂമി തന്നെയാണ്. സംതൃപ്ത കുടുംബജീവിതം ഇരിഞ്ഞാലക്കുടയിൽ, അദ്ദേഹത്തിന്റെ പ്രിയപത്നി ആലീസ്, ഇരിഞ്ഞാലക്കുട ലയൺസ് ക്ലബിൽ അംഗമായ ഏകമകൻ സോണറ്റ്. ഈ സംതൃപ്ത കുടുംബം ഇരിഞ്ഞാലക്കുടയിലെ പ്രദക്ഷിണ വഴിയിൽ വലിയ കലാപരമായ മേന്മയുള്ള ഒരു വീട് നിർമ്മിച്ച് അവിടെ താമസിക്കുന്നു. എനിക്കും നിങ്ങൾക്കും സുപരിചിതനായ ശ്രീ ടി വി ഇന്നസെന്റ്, നമ്മുടെ പ്രിയങ്കരനായ DC വി തോമച്ചന്റെ അടുത്ത സുഹൃത്ത്, മലയാള സിനിമയുടെ ചിരി സാന്നിധ്യം. ഇന്നസെന്റ് ഡോക്ടറാണ് എന്ന സിനിമകളിലൂടെ വെള്ളിത്തിരിയിൽ തിളങ്ങുന്ന അമ്മയുടെ നിശ്ചിത നേതാവ് ശ്രീ ടി വി ഇന്നസെന്റിനെ ആദരപൂർവ്വം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറ്റുന്നു. Now, addressed by the guest of honor, Sri T.V. Innocent. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ
ശ്രീ മിസ്റ്റർ തോമാച്ചൻ, വേദിയിലിരിക്കുന്ന എനിക്കൊരു സങ്കടം വന്നത് മിസ്റ്റർ ടി ജെ തോമസ് പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടല്ല. നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ശ്രീ ഡോക്ടർ രാധാകൃഷ്ണൻ, അദ്ദേഹം പറഞ്ഞു എൻ്റെ കൂടെ പഠിച്ചു എന്ന് പറഞ്ഞു. ഇവിടെയുള്ള എല്ലാവരും ഒരു ചിരി ചിരിച്ചൊരാക്കിയ ചിരി. എൻ്റെ ഉള്ളിലെ അർത്ഥം എനിക്ക് മനസ്സിലായി. ആ വലിയ മനുഷ്യനെയും നീ ചീത്തയാക്കാൻ നോക്കി. അദ്ദേഹം ഇവിടെ ഇപ്പോൾ 100 സ്കൂളുകളിലേക്ക് ശുദ്ധജലം കൊടുത്തു. ഇനി 100 സ്കൂളുകളിലേക്ക് കൂടി തോമാച്ചൻ കൊടുക്കാൻ പോകുന്നു എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. അതൊക്കെ തന്നെയാണ് ഞാൻ പഠിക്കാതിരുന്നതിൻ്റെ കാര്യം. അന്ന് ഈ ശുദ്ധജലം എന്ന് പറയുന്നതില്ല. ഇന്നാണെങ്കിൽ ഞാനൊരു ഡോക്ടറോ മറ്റോ ആവേണ്ടവനാണ്. ശുദ്ധജലം കുടിച്ചാൽ നമ്മൾ വലിയ നിലയിലെത്തുന്നു എന്നുള്ളത് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. എന്തായാലും ആദ്യകാലങ്ങളിൽ നമ്മൾ ലയൺസ് കാറിൻ്റെ പിന്നിലൊക്കെ ഇങ്ങനെ ഒരു ബ്ലോക്ക് ഒട്ടിച്ചിട്ട് പോകുന്നത് കാണുമ്പോൾ ഒരു പുച്ഛത്തോടു കൂടി കയ്യിൽ കാശില്ലാത്തവരും ലയൺസ് ക്ലബിൽ ഇല്ലാത്തവരും ഞാനടക്കം നോക്കാറുണ്ട്. ഒരു ലയൺകാരൻ ഇറങ്ങിയിരിക്കുന്നു. അതൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ലയൺസിലെ ആ ബോർഡുള്ള വണ്ടി പോകുമ്പോഴും ലയൺസിന്റെ ആളാണ് ഞാൻ എന്ന് പറയുമ്പോൾ കരുണ ചെയ്യുന്നവനാണ് എന്നാണ് ഇന്നത്തെ അർത്ഥം. അതങ്ങനെ ആക്കിയെടുത്തു എല്ലാവരും കൂടി. ഹോസ്പിറ്റലുകളിലുള്ളവരുടെ സേവനം, തയ്യൽ മെഷീൻ, ഒരുപാട് കാര്യം. ഞാൻ അതൊന്നും പറയുന്നില്ല, കാരണം മുഴുവനും പറയേണ്ട കാര്യം എനിക്കില്ല. എന്തായാലും ഇന്നിവിടെ എനിക്ക് എൻ്റെ സ്നേഹ സതീർത്ഥ്യൻ കൂടെ പഠിച്ച ആള്, അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ചു നേരം ഇരിക്കാൻ സാധിച്ചത് തന്നെ വലിയ കാര്യമാണ്. തോമാച്ചൻ നടത്തുന്ന സ്വർണ്ണ കച്ചവടമാണ്. പക്ഷെ അദ്ദേഹം യഥാർത്ഥ ഈ 916 എന്നൊക്കെ പറഞ്ഞ പോലെ ഉള്ള സ്വർണം ആദ്യമായിട്ട് ഈ സ്റ്റേജിൽ കൊണ്ടുവന്നത് ഇന്നാണ്. അതാണ് നമ്മുടെ ഡോക്ടർ രാധാകൃഷ്ണൻ. അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാനൊരു 7 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പാല് കാച്ചൽ ദിവസമാണെന്ന് തോന്നുന്നു, ബാംഗ്ലൂർ. ഞാൻ പറഞ്ഞു ഞാനും വരുന്നുണ്ട്. പക്ഷെ ആ വിമാനം എൻ്റെ സൗകര്യത്തിന് നിന്നില്ല, അതങ്ങോട്ട് പോയി. അതൊക്കെയാണ് കുഴപ്പങ്ങൾ പലപ്പോഴും. അങ്ങനെ ഞാൻ വിളിച്ച് പറഞ്ഞു ഞാൻ വരുന്നില്ല, എനിക്ക് ആ ഇത് കിട്ടിയില്ല, ഞാൻ ഹൈദരാബാദിലേക്ക് പോവുകയാണ്. അന്ന് ബാംഗ്ലൂർ ഇറങ്ങിയിട്ട് വേണം പോവാൻ. അങ്ങനെ ഹൈദരാബാദിൽ മോഹൻലാലും ഒരുമിച്ചിട്ടൊരു കാക്കക്കുയിൽ എന്ന് പറയുന്ന സിനിമ നടക്കുമ്പോൾ ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചു. ഇദ്ദേഹം ഹൈദരാബാദിലുണ്ട്, ഇവിടെ വന്നാൽ ഷൂട്ടിംഗ് ഒക്കെ കാണാം. കാരണം അദ്ദേഹം ഒരു കലാകാരനാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി അവിടെ വന്നു. ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തി കൊടുത്തു. എനിക്കിപ്പോൾ ഇവിടെ വന്നിട്ടും ഞാൻ ക്രൈസ്റ്റ് കോളേജിൽ MSc പഠിക്കുന്ന കാലഘട്ടത്തിൽ എന്ന് പറയണമെന്ന് എൻ്റെ ആഗ്രഹം. പക്ഷെ ഇവിടെ കുറെ പൊരുത്തമില്ലാത്ത ഇരിഞ്ഞാലക്കുടക്കാരുള്ളത് കൊണ്ട് ഞാനത് വിട്ടു. അപ്പൊ ഈ ISRO എന്നാണ് ഞാൻ കേട്ടത്. ഞാൻ മോഹൻലാലിന്റെ അടുക്ക പറഞ്ഞു, അദ്ദേഹം ISRO കമ്പനിയിൽ ജോലി ലാൽ എന്നെ ഒന്നും നോക്കി, വിദ്യാഭ്യാസ കുറവ് ഇങ്ങനെയും ഉണ്ടാവുമോ എന്നാണ്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരം വന്ന് സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം മടങ്ങിപ്പോയി. ഞാൻ ഇദ്ദേഹത്തെ 4 എന്ന് പറയുന്ന ക്ലാസ്സിലാണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത്. ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ശിവദാസ്, അദ്ദേഹം എൻ്റെ